കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി മേഖലയായ ചെമ്പൻകുഴി. കാടിറങ്ങുന്ന കാട്ടാനകൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചു. ജീവനിൽ ഭയന്ന് സന്ധ്യ മയങ്ങിയാൽ ആളുകൾ ഇവിടെ പുറത്തിറങ്ങാറില്ല. രണ്ട് വർഷമായി ചെമ്പൻകുഴി കാഞ്ഞിരവേലി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു. കാഞ്ഞിരവേലിയിൽ ഈ കാലയളവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു. ചെമ്പൻകുഴിയിൽ കാട്ടാന മറിച്ചിട്ട പന വീണ് ഇരുചക്രവാഹന യാത്രികയായ വിദ്യാർത്ഥി മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ ഈ മേഖലയിൽ എത്തുന്നത്. വാഴ, കമുക്, തെങ്ങ് തുടങ്ങിയ കൃഷി ചെയ്യാൻ പോലും മേഖലയിൽ കഴിയുന്നില്ല. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ആന ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഒരു രക്ഷയില്ല, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ്. ടാപ്പിംഗ് പോലും നടക്കണില്ല. ടാപ്പിംഗ് വെട്ടാൻ തന്നെ രാവിലെ 6 മണിക്ക് വെട്ടാൻ വരുമ്പോൾ ആന തോട്ടത്തില്ല. പിന്നെ എങ്ങനെ വെട്ടും? കുഞ്ഞിന്നല്ലേ വെട്ടാൻ കാണാൻ പറ്റുമോ? ഇതല്ലേ വന്നെന്നുള്ളത്. അപകടമായതുകൊണ്ട് ഇപ്പൊ വെട്ടുകാര് വെട്ടാൻ നിർത്തേക്കുക 2 ദിവസമായിട്ട്. പലരും കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് തലനാരിഴക്കാണ്. ഞാൻ ആനയുടെ മുമ്പിൽ പെട്ട് ചാവേണ്ടതായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി തോട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആന താഴേന്ന് കൂവണ കേട്ട് ഓടി വീട്ടിൽ കയറിയ കാരണം രക്ഷപ്പെട്ടു പോയതാണ്. ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന 6 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിച്ചാൽ പ്രശ്നത്തിനൊരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ ജോലികൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ഇനിയും അത് പൂർത്തിയായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.